ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്യാപ്കട്ട് പ്രോയിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ക്യാമറ ട്രാക്കിങ് കസ്റ്റം ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. സോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് വൺ ക്ലിക്കിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പം പറയുന്ന പോലെ തന്നെ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു VPN കൂടെ കണക്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ഇതിലുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. സോ ഇപ്പോൾ നമ്മൾ ക്യാപ്കട്ട് പ്രോ ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുകയാണ്. സോറി, ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാനായതുകൊണ്ട് ഞാൻ കുറച്ച് സെക്കൻഡ് ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതുപോലെയാണ് നമ്മൾ ആ ഒരു ഡാൻസിന്റെ ക്ലിപ്പ് എടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ നമുക്ക് ക്യാപ്കട്ട് പ്രോയിൽ വന്ന പുതിയൊരു ഫീച്ചറാണ് ക്യാമറ ട്രാക്കിങ്ങിൽ കസ്റ്റം ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഓപ്ഷൻ. സോ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. സോ നമ്മൾ ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക. നമ്മൾ ഇതേപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ക്യാമറ ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക്, AI മൂവ്മെന്റും അതുപോലെ ക്യാമറ ട്രാക്കിങ്ങും. AI മൂവ്മെന്റിലേക്ക് വന്നാൽ നമുക്ക് ഇവിടെ ഡൈനാമിക്, സൂം, ഷെയ്ക്ക് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നമുക്ക് മുമ്പ് പറഞ്ഞാൽ ഫേസ്, ബോഡി, ഹാൻഡ്സ് ഈ 3 ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇപ്പൊ നമുക്ക് വന്ന് കസ്റ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. സോ നമ്മളതിപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു റെക്ടാങ്കിൾ ഓപ്പൺ ആയി വരും. സോ നമുക്കിതിപ്പം ഈ ഒരു ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുവെക്കാൻ പറ്റും. സോ ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫേസ് ഇപ്പം, അതായത് ഈ ഒരു ഡാൻസിൽ ഈ ഒരു ഫേസ് കറക്റ്റ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസിന് കറക്റ്റ് ആയിട്ട് കൊണ്ടുവെക്കാം. ദെൻ നമുക്ക് ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഓൾറെഡി ഇവിടെ ഫേസ് ട്രാക്കിന് വേറെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ജസ്റ്റ് കാണിച്ചു തന്നെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളിപ്പോൾ ഫേസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതേപോലെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്കിത് മൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ട്രാക്ക് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. സോ ട്രാക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ കുറേ അധികം കീ ഫ്രെയിംസ് ഒക്കെ ആയിട്ട് വന്നിട്ട് അത് കറക്റ്റായി ട്രാക്ക് ആയിട്ടുണ്ടാവും. ദെൻ നമ്മളത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലേ ഇതേപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അത് ആ ഒരു ക്ലിപ്പ് ട്രാക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും സൈഡിലായിട്ട് ഒരു ക്യാൻവാസ് ഇതേപോലെ ബ്ലർ ആയിട്ടൊക്കെ. സോ നമ്മൾ എന്ത് ചെയ്യുക, ഫിറ്റ് ക്യാൻവാസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്യാൻവാസ് ഇതേപോലെ ഫിറ്റ് ആയിട്ട് കിട്ടും. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ലോക്ക് ഒബ്ജക്ട് സൈസ് എന്നുള്ളതും കൂടെ കൊടുക്കുക. ദെൻ ടിക്ക് ഓപ്ഷൻ കൊടുത്തിട്ട് ഇതേപോലെ പ്ലേ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഹെഡ് ഇതേപോലെ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ആയി കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ആ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫിൽ ആയിട്ടും കിട്ടിയിട്ടുണ്ടാവും. സോ ഇപ്പൊ നമുക്ക് ഇതേപോലെ വളരെ സിമ്പിൾ ആയിട്ട് ഓരോ കാര്യങ്ങളും ക്യാപ്കട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിപ്പോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ക്യാപ്കട്ട് പ്രോയിലാണ്. സോ ക്യാപ്കട്ട് പ്രോയിലെ ലിങ്ക് വന്ന് ഞാൻ വാട്സ്ആപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ കയറി ജോയിൻ ചെയ്യാം. then നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ അത്യാവശ്യം നല്ല ഒരു VPN കൂടെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു എഫക്ട്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.